ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഹെയർ ഓയിലിനെ പറ്റി. അപ്പം അതിന് കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, പ്രൊമോഷനാണോ അതോ ജെനുവിനാണോ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരു പ്രൊമോഷൻ്റെ ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ട് എൻ്റെ അക്കൗണ്ട് റീച്ച് ആയിട്ടില്ല. കാരണം 5K ഫോളോവേഴ്സ് മാത്രമുള്ളൊരു അക്കൗണ്ടാണ്. എൻ്റെ ഡാൻഡ്രഫ് കൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം ഇനി ഞാൻ കുറേ കാര്യങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പല ഷാംപൂസ് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്, ഷാംപൂസ് യൂസ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം അലോവേറ തേച്ച് നോക്കിയിട്ടുണ്ട്. എല്ലാം അപ്പോഴത്തെ ഒരു ശമനമല്ലാതെ വീണ്ടും ഇത് കൂടും. ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ എണ്ണ ഇരിക്കുന്ന കണ്ടിട്ട് ഞാൻ അവളുടെ അടുത്ത് ഇച്ചിരി എടുത്തുകൊണ്ട് വന്നൊരു 2 ദിവസം തേച്ചേ ഉള്ളൂ. എനിക്ക് നല്ല കുറവുണ്ട്. അങ്ങനെ ഞാൻ പുതുതായിട്ട് ഒരു കുപ്പി മേടിച്ച്, അത്ര എനിക്കൊരു റിസൾട്ട് ഉള്ളതുകൊണ്ടായിരിക്കും ഞാൻ ഈ ഒരു കുപ്പി പുതുതായിട്ട് മേടിക്കുന്നത്. ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് വെച്ച് എനിക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടിയേക്കുന്ന ഒരു ഹെയർ ഓയിലാണിത്. ഉറപ്പായിട്ട് മേടിച്ചു, റിസൾട്ട് ഉറപ്പാണ്. പക്ഷേ അതിനൊരു ബാഡ് സ്മെല്ലുണ്ട്. അത് എല്ലാവർക്കും പിടിക്കണമെന്നില്ല. അപ്പോൾ സ്കാൽപ്പിൽ മാത്രം തേച്ചിട്ട് മുടിയുടെ ഈ ഭാഗത്തോട്ടൊന്നും തേക്കാണ്ട് സ്കാൽപ്പിൽ മാത്രമായിട്ട് തേക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ചോദിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ റേറ്റ്, ഇതെവിടെയാണ് കിട്ടുന്നത്, സൈഡ് എഫക്ട്സ് ഉണ്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ആയുർവേദി എണ്ണയാണ്, അതുകൊണ്ട് സൈഡ് എഫക്റ്റായിട്ട് ഒന്നുമില്ല. ദന്തപാല എന്ന് പറഞ്ഞൊരു പൂവുണ്ടല്ലോ, അതിൻ്റെ എണ്ണയാണിത്. അപ്പം അതിനൊരു സൈഡ് എഫക്റ്റും വരാനില്ല. ഇതുവരെ എനിക്കൊന്നും വന്നിട്ടില്ല. പിന്നെ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. 100 ml എണ്ണയാണ്. ഇതിന് 220 രൂപ ആയത്. എൻ്റെ ഇതാണ് ദന്തപാല ഹെയർ ഓയിൽ. ലോക്കൽ മെഡിക്കൽ സ്റ്റോറിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. അല്ലെങ്കിൽ ആയുർവേദ കടയിലോ അങ്ങനെ എന്തെങ്കിലും പോയി തിരക്കിയാൽ മതി, കിട്ടും. കാരണം എന്തുപയോഗിച്ചിട്ട് മാറാത്തവരാണോ നിങ്ങൾ, ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം, മസ്റ്റ് ട്രൈ. കാരണം ഞാൻ അത്രയും സാധനങ്ങൾ ഉപയോഗിച്ച് പല പ്രോഡക്റ്റ്സ് ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇതിൻ്റെ പേര് എനിക്ക് അത്രയും റിസൾട്ട് കിട്ടിയിട്ട് മാത്രമാണ് ഞാനത് എടുത്ത് സ്റ്റോറി ഇട്ടത്. ഇത് പറയാനായിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ബൈ.